Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓണം വെക്കേഷനും അതിൻ്റെ ഇടയിൽ കൂടി സ്റ്റഡി ലീവും എക്സാമും ഒക്കെ കഴിഞ്ഞ് അല്ലേ നമ്മൾ വീണ്ടും അടുത്ത ഭാഗത്തേക്ക് നീങ്ങണം. അതിനു വേണ്ടിയിട്ട് സ്കൂളുകളിലൊക്കെ പിള്ളേരെ പോലെ തന്നെ സ്കൂൾ എക്സാം കഴിഞ്ഞു അല്ലേ, വെക്കേഷൻ കഴിഞ്ഞു. നമ്മൾ വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ് അടുത്ത ഭാഗം കൂടി കംപ്ലീറ്റ് ചെയ്യാൻ. എന്തായാലും നമ്മൾ തുനിഞ്ഞിറങ്ങി. ഇനിയിപ്പോ ബാക്കി കൂടി കംപ്ലീറ്റ് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ അല്ലേ. ആദ്യം ഉണ്ടായ എനർജിയൊക്കെ തന്നെ വീണ്ടും ലാസ്റ്റ് വരെ വേണം നമ്മൾ പഠിക്കുന്നതിൽ. കുറെ പേരൊക്കെ ഇന്ന് വേഗം ഉണ്ടായി, 10-29 പേരൊക്കെ ആയിട്ടുള്ളൂ. ഇനിയും കുറെ പേരൊക്കെ ജോയിൻ ചെയ്യാനുണ്ട്. മടുത്തോന്നാവോ അവരൊക്കെ. ഹാഫ് ഒരു പാർട്ടേ കഴിഞ്ഞിട്ടുള്ളൂ, നമ്മുടെ ബാക്കി ഹാഫ് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൂടിയൊക്കെ പഠിപ്പിച്ച് തീർന്നാലേ നിങ്ങൾക്ക് വീണ്ടും എക്സാംസ് അതിന്റെയും എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താലേ അതൊക്കെ കിട്ടുള്ളൂ അല്ലെ. ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും റെക്കോർഡഡ് ക്ലാസ്സുകൾ ഏതെങ്കിലും ക്ലാസ് മിസ് ചെയ്താൽ അത് കാണണം. കാരണം ഇനിയുള്ള ടോപ്പിക്ക് നമ്മള് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എടുത്തതുപോലെ അത്രയും സ്ലോ ചെയ്ത് നമുക്ക് പോകാൻ പറ്റില്ല. ബിക്കോസ് ഇത് നമുക്ക് കുറെ മനസ്സിലാക്കി വെക്കേണ്ട, എന്താ പറയാ, ഇങ്ങനെ കാണാപ്പാട് നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. നിങ്ങൾ കുറെയൊക്കെ വായിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ടോപ്പിക്കുകളാണ് ഇനിയുള്ളത്. കൂടുതലും മാനേജ്മെന്റ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കുറെയൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 മൊഡ്യൂളുകളിലായിട്ടൊക്കെ പഠിച്ചു. അപ്പൊ അതുകൊണ്ട് ഇനി മൊഡ്യൂൾസ് അല്ല, കുറെ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് ഇനി ഓരോന്നിലും വരിക. മെറ്റീരിയൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് കൺട്രോള്, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ ബയോമെഡിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന അടുത്ത മൊഡ്യൂൾസിൽ. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി നന്നായിട്ട് പരിശ്രമിക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് ഉണ്ടല്ലോ. അപ്പൊ അന്നാന്ന് എടുക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ 2 ടീച്ചേഴ്സെ ഒരു ദിവസം നമ്മൾ ക്ലാസ് എടുക്കുന്നുള്ളൂ, 1 hour ഈച്ച്. അപ്പൊ ആ 1 മണിക്കൂർ എടുക്കുന്ന ടോപ്പിക്സ് എന്താണെന്ന് 1, 2, 3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാനായിട്ട് എല്ലാവരും സമയം കണ്ടെത്തണം നിർബന്ധമായിട്ട്. അല്ലാതെ നമ്മളെല്ലാത്തിനും നമ്മള് മറ്റുള്ളവരെ മാത്രം ആശ്രയിച്ചാൽ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്നും ചെയ്യേണ്ട പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് കുറച്ച് നിങ്ങൾ ഒപ്പം നിൽക്കണം ടീച്ചേഴ്സിന്റെ ഒപ്പം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് അതൊക്കെ പഠിച്ചു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പോർഷൻസ് ഇല്ല. നമ്മൾ 6 മാസത്തെ കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് 1 വർഷം കൊണ്ട് തീർത്താൽ മതിയോ? പറ്റില്ല. നമുക്ക് ആ തന്നിരിക്കുന്ന ഡ്യൂറേഷനിൽ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് എക്സാംസിന് മുമ്പ് പോർഷൻസ് ഒക്കെ തീർത്ത് നിങ്ങൾക്ക് അത് ചെയ്യേണ്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും അത്രയും എന്താ പറയാ ഭയങ്കര എനർജറ്റിക് ആയിട്ടും അതുപോലെ കാര്യങ്ങൾ എല്ലാ ദിവസവും അതൊക്കെ ചെയ്ത് പഠിച്ച് മനസ്സിലാക്കാനൊക്കെ സമയം കണ്ടെത്താൻ പറയണേ. ആദ്യമേ തന്നെ പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഓണമൊക്കെ എല്ലാവരും ആഘോഷിച്ചില്ലേ നന്നായിട്ട്? എക്സാംസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം നന്നായി എഴുതിയോ? കുറെ പേരൊക്കെ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. നന്നായിട്ട് ചെയ്തു. നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള മാർക്കൊക്കെ കിട്ടുമെന്ന് നോക്കാം. പാസ്സായി. റിവിഷൻ ഉണ്ടായില്ല, മീൻസ് ഇങ്ങനെ മൈ ഗോഡ്, അതൊക്കെ നമ്മൾ റിവിഷൻസ് കൂടി ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഓരോ ദിവസം ക്ലാസ്സിൽ അത്രയും ഇതായിട്ട് ഡീപ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അല്ലെ. അല്ലാണ്ട് നമ്മള് വെറുതെ അങ്ങോട്ട് ഓടിച്ച് വായിച്ചു പോകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു തീർത്ത് ഒരു ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് തീർത്തൊന്നല്ലല്ലോ പോണത്. അപ്പൊ ഒരു എക്സാം റിവൈസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്.
അപ്പൊ അതിന് മാത്രമല്ല നിങ്ങളോട് മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ടീച്ചേഴ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ വായിച്ചു നോക്കണം. തന്നിരിക്കുന്ന പാർട്ടുകൾ, അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF-ഉം അതുപോലെ തന്നെ 1-2 പ്രാവശ്യമൊക്കെ ഓരോ ലെസൺസും അതെല്ലാ ദിവസവും കൂടി എല്ലാം കൂടി ഒരുമിച്ച് വയ്ക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് തന്നെ. അതിന് പകരം അതാത് ദിവസം അത് നിങ്ങൾ പഠിക്കാനും വായിക്കാനും ഒക്കെ സമയം കണ്ടെത്തുക കേട്ടോ. അപ്പൊ അടുത്തതിൽ വരാൻ പാടില്ല. അങ്ങനെ ഫൈനൽ എക്സാമിനെ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ 2 എക്സാം വന്നേക്കണേ. 1-2 പേപ്പേഴ്സ് കഴിയുമ്പോൾ ഒരു എക്സാം, 3-4 എക്സാം കഴിയുമ്പോൾ ഒരു എക്സാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാവും. പിന്നെ തന്നെയല്ല എങ്ങനെ നമ്മൾ എക്സാമിനെ അറ്റൻഡ് ചെയ്യേണ്ടത്, അതൊക്കെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഫൈനൽ എക്സാമിൽ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ അവിടെ അപ്പൊ ചാപ്റ്റേഴ്സിന്റെ എണ്ണം കുറയും. ബിക്കോസ് ഓരോ പേപ്പേഴ്സ് വെച്ചിട്ടാണല്ലോ എക്സാം വരിക ഫൈനൽ വരുമ്പോ. അപ്പൊ കുറച്ചുകൂടി ഈസി ആകും. പക്ഷെ നമ്മൾ ആ ഈസി ആകുന്നതിലേക്ക് കടക്കാനുള്ള വഴികളൊക്കെ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, അതൊക്കെ മൊത്തം ചെയ്ത് മുന്നേറി മുമ്പിലേക്ക് വരണം നമ്മൾ. അത് നമ്മളുടെ ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ നേടിയെടുക്കാൻ പറ്റും. നത്തിങ് ഈസ് ഇംപോസിബിൾ എന്ന് പറയുമ്പോ നമുക്കറിയാലോ, അല്ലെങ്കിൽ നമ്മൾ കേട്ടേക്കുന്ന ഒരു പ്രോവർബാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാവരെ കൊണ്ട് പറ്റും. നമ്മൾ ഇച്ചിരി സമയം അതിനു വേണ്ടി ഒന്ന് മാറ്റി വെക്കുക. അതായത് നമ്മൾ അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയില്ലേ, സോ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഓണമൊക്കെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തല്ലോ, നന്നായി. ഓക്കെ, കേട്ടാ മതി. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത എക്സാംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. ചാപ്റ്ററിന്റെ പേര് ചാപ്റ്ററിന്റെ പേര് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നമ്മുടെ അടുത്ത ടോപ്പിക്കിനകത്ത് അടുത്ത പേപ്പറിലുള്ള ഒരു ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. നമ്മൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ആ പേപ്പേഴ്സ് അതായത് ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, അങ്ങനെ പേപ്പർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. അതിന്റെ അക്കോർഡൻസിലാണ് ഈ എന്താ പറയുക ചാപ്റ്റേഴ്സിന്റെ നമ്പർ ഇട്ടേക്കണേ. ആ ഒരു രീതിയിലാണ്. പഴയ ഇത് വെച്ചിട്ട് അയ്യോ അതിനകത്ത് ഈ 36ാമത്തെ ചാപ്റ്റർ ആണല്ലോ, അതാണല്ലോ, ഇതാണല്ലോ ഒന്നും വേണ്ട, കൺഫ്യൂഷൻസ് വേണ്ട. നമ്മൾ ഇതിവിടെ ക്ലാസിഫൈ ചെയ്ത് കൃത്യമായിട്ട് 52 ചാപ്റ്റർ എല്ലാം കൂടി ചേർത്തുണ്ട്. അപ്പൊ അത്രയും ചാപ്റ്റേഴ്സ് ഇതിങ്ങനെ 4 പേപ്പേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് റീഅറേഞ്ച്മെന്റുകളൊക്കെ ചാപ്റ്റേഴ്സിൽ അവിടെ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് അവര് നമ്മൾ അറിയിച്ചിട്ടുള്ളതും അങ്ങനെ നമ്മളോട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ ആ ഒരു ഇതാണ്. അതുകൊണ്ട് ആ ഒരു മൊഡ്യൂൾ അനുസരിച്ച് മൊഡ്യൂൾ 3 വരുന്ന 3rd ചാപ്റ്റർ ആണ് ഹ്യൂമൻ റിസോഴ്സ്. അതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സ് ഓരോ ടീച്ചേഴ്സും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരത് രീതിയിൽ അവരുടേതായ രീതിയിൽ ഹാൻഡിൽ ചെയ്തു. ഓക്കെ, 36 ആണല്ലോ 3 ആണല്ലോ ഇവിടെ കിടക്കുന്നതെന്നൊന്നും ഇനി കൺഫ്യൂഷൻസ് വേണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ചെറിയ നിസ്സാരം ചില കാര്യങ്ങളിൽ അത് അങ്ങനെ ആകും. അതാണ് അതവിടെ നമുക്ക് നേരത്തെ തന്നേക്കണതിൽ അങ്ങനത്തെ ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്തേക്കണം പേപ്പർ വൈസ് ആകുമ്പോൾ അതിനകത്ത് ഇതിന് സൊല്യൂഷൻസ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷെ ചിലത് ഇങ്ങനെ ഭയങ്കര വലിയൊരു സീരിയസ് പ്രോബ്ലം മാറ്റർ പോലെ ഇങ്ങനെ ചില ആളുകൾ അത് വിചാരിക്കും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ ഡൗട്ട്സ് പോലെയൊക്കെ ചോദിക്കും. അപ്പൊ അവര് വേറെ രീതിയിൽ പറയും. അങ്ങനെ ഒരു സൊല്യൂഷൻ ഇല്ലാതെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. അവസാനം അത് എവിടെയെങ്കിലും ചോദിക്കും. പിന്നീട് വീണ്ടും അയ്യോ ടീച്ചർമാര് അങ്ങനെയല്ല എടുക്കുന്നത്, എങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡൗട്ടുകളൊന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ മൊഡ്യൂളിലും എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചേഴ്സ് എടുക്കുന്നുണ്ടോ? ചിലപ്പോൾ ഇൻ കേസ് ഏതെങ്കിലും ചാപ്റ്റർ ചിലപ്പോൾ എടുക്കാൻ ചിലപ്പോൾ വിട്ടുപോയേക്കാം, മനുഷ്യന്മാരാണ്. അപ്പൊ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻഫോം ചെയ്യുക, ടീച്ചർ ഇന്ന ചാപ്റ്റർ എടുത്തിട്ടില്ല, ആ ഒരു പോർഷനിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്നത് എടുത്തിട്ടില്ല. അപ്പൊ ആരാണോ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആള് അവര് നമ്മളൊന്ന് അറിയിക്കും. അപ്പൊ അതൊന്ന് പറഞ്ഞാൽ മതി. മനസ്സിലല്ലേ? എടുത്തോണ്ട് പോകുമ്പോ പല ക്ലാസ്സസിലും ഇങ്ങനെ കയറി ഇറങ്ങുമ്പോ ചിലപ്പോ ഏതെങ്കിലും ഒന്ന് മിസ്സായി പോകാം. അതൊന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കാല്ല. ഈ ലാസ്റ്റ് തീരുന്നതിന് മുമ്പ് നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സാംസിന് മുമ്പ് ചോദിച്ചിരുന്നു എല്ലാ ടീച്ചേഴ്സിന്റെയും ഇത്ര ചാപ്റ്റേഴ്സ് ആയിരുന്നു, അത് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചിരുന്നില്ലേ നിങ്ങളോട്? അല്ലെ? 1ഉം 2 മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും ടീച്ചേഴ്സ് എടുത്ത് തീർന്നോ, ഏതെങ്കിലും പെൻഡിങ് ഉണ്ടോ, ബാക്കിയുണ്ടോ എന്ന് നിങ്ങളോട് എല്ലാവരോടും ചോദിച്ച് കൺഫേം ചെയ്തിരുന്നു ഞാൻ. എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ പ്രൊസീഡ് ചെയ്തത്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സിംഗ് ആണെങ്കിൽ അത് ആരാണെന്ന് വെച്ചാൽ അപ്പൊ തന്നെ അത് എടുത്ത് തീർക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. അതിനാണ് ഇപ്പൊ കൺഫർമേഷന് വേണ്ടി അങ്ങനെ ചോദിക്കാറുമുണ്ട്. അപ്പൊ അതങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. അതിന് പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ ചാപ്റ്ററിന് തീരില്ല. അതൊക്കെ തീരാതിരിക്കാനും അങ്ങനെ ഒരു ഡിസ്റ്റർബൻസും വരാതിരിക്കാൻ എന്റെ ക്ലാസ്സിനെ ബാധിക്കാതിരിക്കാനും ആണ് എക്സാംസിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സർ ഇട്ടിട്ട് സെൻഡ് ചെയ്തത്. അതൊക്കെ കുറെ പേര് വീണ്ടും അത് കേട്ടിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും എക്സാമിന്റെ ഡൗട്ട്സുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഈ ടെലികോളേഴ്സിനെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ പറയും. അത് നമ്മൾ നമ്മളുടെ കാര്യങ്ങളും നമ്മുടെ ഭാഗങ്ങളും ഒക്കെ ക്ലിയർ ചെയ്ത് പോകുക. അതൊന്ന് കാണുക, അതെന്താ അവിടെ പറഞ്ഞേക്കണേ. സ്കിപ്പ് ചെയ്ത് കണ്ടിട്ടും കാര്യമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ കാര്യം ചിലപ്പോൾ സ്കിപ്പ് ചെയ്ത ഭാഗത്തായിരിക്കും ഉണ്ടാകുക.
അപ്പൊ അത് കേട്ടൂല. എന്നിട്ട് ഇങ്ങനെ കിടന്ന് നമ്മൾ ഡൗട്ട്സ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അതൊന്നും വരാതിരിക്കാനാണ് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇൻഫോം ചെയ്യാനായിട്ട് ഗ്രൂപ്പായിട്ട് ഇൻഫോം ചെയ്യേണ്ട കാര്യമായിരുന്നു. അപ്പൊ ഈ ഓരോ ക്ലാസ്സിൽ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ സമയം അതിനു വേണ്ടി കളയേണ്ടി വരിക. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് എടുക്കാനുള്ള. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് എവിടെയെങ്കിലും കേട്ടിരുന്നോ നേരത്തെ? എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തതായിട്ട് ഓർമ്മയുണ്ടോ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് കേട്ടിരുന്നോ എവിടെയെങ്കിലും? കേട്ടോ? എവിടെയാ കേട്ടത്? ഞാൻ പറ. Different departments in a hospital. ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ നേരത്തെ എടുത്തിരുന്നു. 5ാമത്തെ ചാപ്റ്റർ അല്ലെ, ഞാൻ തന്നെ എടുത്തത്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റൽ. ആ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ എ ഹോസ്പിറ്റലിൽ എവിടെയാണ് ഹ്യൂമൻ റിസോഴ്സ് കേട്ടത്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ്. അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്തത്. ഏത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, എന്താ പറയാ, ഒരു ഓർഗനൈസേഷൻ, ഒരു ഏത് ബിസിനസ് സ്ഥാപനമായാലും ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏതെങ്കിലും ഒരു പ്രത്യേക സംരംഭം, ബിസിനസ് സംരംഭം, ഓർഗനൈസേഷന് വേണ്ടിയിട്ടുള്ളതല്ല. ഏത് തരത്തിലുള്ള ബിസിനസ് സംരംഭങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. കാരണം ഹ്യൂമൻ എന്ന് പറയുന്നത് മനുഷ്യൻ അല്ലെ, മനുഷ്യ വിഭവം എന്ന് പറയുന്നത് ഉൾപ്പെടുത്താതെ there is no organization. ഒരു സംരംഭവും ഒരു ബിസിനസ് സംരംഭവും ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പോണന്റ് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പൊ അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന HRM എന്ന് പറയുന്ന ഒരു കോഴ്സ് തന്നെയുണ്ട്. അതായത് ഇൻ എവറി ഓർഗനൈസേഷൻ ദർ ആർ മെനി എംപ്ലോയീസ് ഫ്രം ദ ടോപ്പ് ലെവൽ ടു ദ ബോട്ടം ലെവൽ. ഏറ്റവും മുകളിലുള്ള നില തുടങ്ങി താഴേക്കിടയിലുള്ള എന്താ പറയാ വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ, എംപ്ലോയീസ് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് പല ബിസിനസ് ഓർഗനൈസേഷൻസിലും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അത്രയും എംപ്ലോയീസ് ഒക്കെ ഒത്തിരിയുള്ള ഈ പറയുന്ന എംപ്ലോയീസിനെയൊക്കെ മാനേജ് ചെയ്യുക, അവരെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഒരു ഓർഗനൈസേഷന് അതിൻ്റെതായ സക്സസ്, അതിന്റെ വിജയത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വെൽ റണ്ണിങ് ആക്കാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിനെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സുകളെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യമാണ് ഏത് ബിസിനസ് സ്ഥാപനത്തിലും. അതുകൊണ്ട് തന്നെ പണ്ടൊന്നും ഈ പറയുന്ന ഒരു ആസ്പെക്ട്, ഈ ഒരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല ആളുകളുടെ മനസ്സിൽ. കാരണം നമ്മളിപ്പോ ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ജോലി ചെയ്യുക എന്നുള്ളത് ജോലി കിട്ടിയവന്റെയും അത് കൊടുത്തവന്റെയും ആ ഒരു എന്താ പറയാ ബാധ്യതയിൽ മാത്രം പെട്ട കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് അത് കുറച്ചുകൂടി എന്താ പറയാ മനുഷ്യന് ഒത്തിരി പരിഗണനകൾ കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ആ ഒരു കോൺസെപ്റ്റ് കുറച്ചുകൂടി എന്താ പറയാ നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നല്ല രീതിയിൽ ഡീപ്പായിട്ട് അതിനെ കുറിച്ച് പഠിച്ച് മറ്റു കാര്യങ്ങളൊക്കെ നടത്തി ഇന്ന് അതിന് വേണ്ടിയിട്ട് കോഴ്സുകൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നത് പോലെ തന്നെ HRM എന്ന് പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോഴ്സും ഇപ്പൊ നിലവിലുണ്ട്. അതും ഒരു ഷോർട്ട് ടേം ഡ്യൂറേഷനുള്ള കോഴ്സുകളായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് പല സ്ഥലങ്ങളിലും. ഇന്ന് ഭയങ്കര പോപ്പുലർ ആണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെ തന്നെ. കാരണം മിക്ക ഓർഗനൈസേഷനിലും ഹ്യൂമൻ റിസോഴ്സുകളെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് കൊണ്ടുപോകാത്തതിൻ്റെതായ കുറെ ലിമിറ്റേഷൻസ് അത്തരം ഓർഗനൈസേഷൻസ് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ടു ഓവർകം ഓൾ ദീസ്, ഈ പറയുന്ന ഡിഫിക്കൽട്ടീസ്, ബുദ്ധിമുട്ടുകൾ, മനുഷ്യരാൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യേണ്ടത് വളരെ ഇസെൻഷ്യൽ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഴ്സ് തന്നെ ഇന്ന് പല നമ്മുടെ നാട്ടിലും ഉണ്ട്. ഒക്കെ എല്ലാവരും പഠിക്കുകയും അതുപോലെ തന്നെ ആ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് പല സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നോക്കുന്നുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഒന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഉള്ള പ്രാപ്തമായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുക, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ. സോ എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? ഒരു ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ഇറ്റ്സ് ഗോൾ, ഒരു ബിസിനസ് സംരംഭത്തിന് അതിൻ്റെതായ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ലാഭം ഉണ്ടാക്കലായിരിക്കാം ലക്ഷ്യം അല്ലെ, തന്റെ ബിസിനസ് മറ്റു ബിസിനസ്സുകളിൽ നിന്നും ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തണം എന്നുള്ളതായിരിക്കാം അവരുടെ ലക്ഷ്യം. ഒരുപാട് ആളുകൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതായിരിക്കാം ലക്ഷ്യം. ദർ ആർ മെനി ഗോൾസ് ഫോർ എ ബിസിനസ് ഓർഗനൈസേഷൻ. ഏത് ബിസിനസ്സിനും ഹോസ്പിറ്റൽസ് അല്ലാതെ തന്നെ മറ്റു പല ബിസിനസ് സ്ഥാപനങ്ങൾക്ക് അവർക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. സോ ഈ പറയുന്ന ലക്ഷ്യങ്ങളെല്ലാം തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് there are some set of rules
which is designed by the organization, that is rules, regulations, procedures and guidelines. ഓരോ ബിസിനസ് സ്ഥാപനങ്ങളും അവരവരുടേതായ ചില നിയമങ്ങളും ചില ഗൈഡുകളും ചില പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ഫങ്ഷൻ ദ ഓർഗനൈസേഷൻ സ്മൂത്ത്ലി, വളരെ നല്ല രീതിയിൽ, വളരെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഡിഫിക്കൽട്ടീസും ഒന്നും ഫേസ് ചെയ്യാതെ നല്ല രീതിയിൽ സ്മൂത്ത് ഫങ്ഷനിങ്ങിന് വേണ്ടി, സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെൽ റണ്ണിങ്ങിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷൻസ് അവരവരുടേതായ കുറെ നിയമങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ഓരോ ബിസിനസ് ഓർഗനൈസേഷനും അവരുടേതായ നിയമങ്ങൾ. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചവരാണ് അല്ലെ, പല പല സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമ്മളുടെ എന്താ പറയാ, ബേസിക് എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടിയ സ്ഥലം വേറെ ആയിരിക്കാം, +2 ലെവലിൽ നമ്മൾ പോയത് വേറെ സ്ഥലത്തായിരിക്കാം, ഡിഗ്രി ഹോൾഡ് ചെയ്തത് നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് പോയിട്ടായിരിക്കാം, പല പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. എല്ലായിടത്തും ഒരുപോലത്തെ നിയമങ്ങളായിരുന്നു നമ്മൾ ഫോളോ ചെയ്തു പോന്നേ. നമ്മൾ എവിടെയൊക്കെ പഠിച്ചോ അവിടെയൊക്കെ എല്ലാം ഒരേ ബേസിക് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരുന്നോ നമുക്ക് ഫോളോ ചെയ്യേണ്ടി വന്നേ? അല്ല, ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദെയർ ഓർഗനൈസേഷൻ. ഓരോ ബിസിനസ് സ്ഥാപനത്തിനും അതിൻ്റെതായ ഗൈഡ് ലൈൻസും റൂൾസും അവർ ഫോം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ എന്തിനാണ്? അത് വെൽ റണ്ണിങ്ങിനാണ്. അതായത് യാതൊരു തരത്തിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ആർക്കും തന്നെ, അതായത് ഒരു എംപ്ലോയീസിനും അവരവരുടേതായ നിലയിൽ അവർ ജോലി ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു രീതിയിലും ഒരു പ്രശ്നങ്ങളും ഫേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ സ്കൂളുകളിലൊക്കെ നേരത്തെ പഠിക്കുമ്പോൾ, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ 10th വരെയൊക്കെ പഠിച്ചപ്പോ സ്കൂളുകൾ നമ്മൾ തോന്നിയ നേരത്താണോ കയറി ചെല്ലുന്നത്? തോന്നിയ നേരത്താണോ കയറി ചെല്ലുന്നത്? അല്ല, ബിഫോർ ദ ഫസ്റ്റ് ബെൽ അല്ലെ, ഫസ്റ്റ് ബെല്ലിന് മുമ്പ് നമ്മൾ സ്കൂളിലെ കുട്ടികളൊക്കെ കയറണം. അത് കഴിയുമ്പോഴേക്കും ഗേറ്റ് അടയ്ക്കും അല്ലെ. സെക്കൻഡ് ബെൽ ആകുമ്പോഴേക്കും എല്ലാവരും ക്ലാസ്സിനകത്ത് പ്രവേശിച്ചിരിക്കണം അല്ലെ. ആ സമയമാകുമ്പോഴേക്കും ടീച്ചേഴ്സ് വരും. പിന്നെ നമുക്ക് വി ഹാവ് ഗിവൺ സം ടൈം ടേബിൾസ് അല്ലെ, ടൈം ടേബിൾ വന്നിട്ടുണ്ടായിരിക്കും. ടീച്ചേഴ്സ് അവരവരുടെ പീരിയഡ്സ് അനുസരിച്ച് വന്ന് അവരുടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട്. അതൊക്കെ അങ്ങനെ ഒരു അടുക്കും ചിട്ടയിലുമാണ് എന്ത് ചെയ്തത്, ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊരു ഫ്രെയിം വർക്ക് ആണ്, അതൊരു ഡിസൈൻ ആണ്. അവരുടെ പ്രൊസീജിയേഴ്സ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത്ര മണിക്ക് ബെല്ലടിക്കുന്നു. എല്ലാ സ്കൂളുകളിലും അത്രയും മണിക്ക് ആണോ ഫസ്റ്റ് ബെല്ലടിക്കണമെന്നാണോ? അല്ല, ചില സ്കൂളുകളിലൊക്കെ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ് ടു 2 o'clock ഒക്കെ വരെ ചില സ്കൂളുകളിൽ ക്ലാസ് ഉള്ളൂ അല്ലെ. ചിലടത്ത് 4 മണി വരെ ക്ലാസ് ഉണ്ട്. +2ലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ 4:30, 4:45 വരെ ക്ലാസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ഗൈഡ് ലൈൻസ്, റൂൾസ് ഫോളോ ചെയ്യാനുണ്ട്. അപ്പൊ അതിന് അക്കോർഡൻസ് ആണ് ഓരോരുത്തരും, അവിടെ വന്നു പോകുന്നവരും അവിടെയുള്ള ജോലിക്കാരും ഒക്കെ ഫോളോ ചെയ്യേണ്ടത്. തോന്നിയ നേരത്ത് വന്ന് തോന്നിയ നേരത്ത് പോകുന്നതല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ എംപ്ലോയീസ് ചെയ്യേണ്ടത്. സോ ഇൻ ആൻ എവറി ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻസ് നോക്കിയാലും ദേ ടു അച്ചീവ് ദെയർ ഗോൾ, അവരവരുടെ ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ട് they have to follow some rules, procedures, guidelines. അതൊക്കെ അവരെന്ത് ചെയ്യുന്നു, അതൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതെല്ലാം കൂടി എന്താ പറയാ ചേർത്ത് മര്യാദയ്ക്ക് കൊണ്ടുപോകുമ്പോഴാണ് we can achieve the goal. ഓരോ ഓർഗനൈസേഷനും അവരവരുടെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ഏത് ബിസിനസ് ഇവിടെ ഉണ്ട്, നമ്മൾ ഇതൊരു ഓർഗനൈസേഷൻ ആണ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾക്കുമുണ്ട് ഞങ്ങളുടേതായ ഇവിടെ തന്നിരിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇന്ന സമയത്ത് വരണം, ഇത്ര മണിക്ക് ഓരോ ടീച്ചേഴ്സിന്റെ ഓരോ ക്ലാസ്സുകൾ നമുക്ക് അലോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഓരോ ഡേയ്സിലും. അപ്പൊ ഇതൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടാണ്. എനിക്കൊക്കെ സമയമുള്ളപ്പോ ഞാൻ വന്ന് ക്ലാസ് എടുത്തോളാം എന്ന് പറയുന്നതാണോ ശരി? അല്ല, നമുക്കൊരു സ്ഥാപനത്തിൽ, നമുക്കൊരു ഓർഗനൈസേഷനിൽ നമ്മളൊരു പാർട്ടായി കഴിയുമ്പോൾ, ജോലിയുടെ ഭാഗമായിട്ട് അവര് നമുക്ക് തരുന്ന ഇൻസ്ട്രക്ഷൻസും റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യാൻ നമ്മൾ റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, എന്നാലാണ് അവരും നമ്മളും എംപ്ലോയേഴ്സും, ആരെയാണോ നമ്മളെ എംപ്ലോയ് ചെയ്തത്, നമുക്ക് ജോലി തന്നവര്, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ഓർഗനൈസേഷൻ ലീഡ്സ് ഇറ്റ്സ് സക്സസ്. ഒരു ഓർഗനൈസേഷൻ അതിന്റെ എന്താ പറയാ സക്സസിലേക്ക് എത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ സക്സസിലേക്ക് നയിക്കാനായിട്ട് ആ ഓർഗനൈസേഷന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ്, മനുഷ്യ വിഭവം നമുക്ക് നോക്കാം. വിച്ച് ആർ ദ ഇമ്പോർട്ടന്റ് കമ്പോണൻസ് ഓർ റിസോഴ്സസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഇപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് എവിടെ നിന്ന് വന്നു? അങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസിനെ സംബന്ധിക്കുമ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സസിന് എന്ത് പങ്കുള്ളത്, അവരുടെ റോൾ എന്താണ് നമുക്ക് നോക്കാം. ഒരു ഓർഗനൈസേഷൻ, ഏത് ബിസിനസ് സ്ഥാപനം എടുത്തോ, നമ്മുടെ ഹോസ്പിറ്റൽസിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. പക്ഷെ ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, മറ്റേത് ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഏത് ബിസിനസ് സ്ഥാപനം എടുത്താലും there are 4 important resources of an organization. പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകേണ്ട 4 വിഭവങ്ങളുടെ പേര് പറയുന്നുണ്ട്, which is starting with the letter M and it is known as 4 M's. M എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ 4 റിസോഴ്സസിനെ 4 M's, 4 Mകൾ എന്നാണ് അറിയപ്പെടുക. വിച്ച് ആർ ദേ? ഏതൊക്കെയാണ്? മണി,
മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ എന്നാണ്. മെൻ എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. പക്ഷെ നമ്മളുടെ ആ എമ്മിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താക്കിയിരിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എം എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഏത് ബിസിനസ് സ്ഥാപനം എടുത്താലും അവിടെ ഏറ്റവും അത്യാവശ്യം വേണ്ട പ്രധാനപ്പെട്ട കമ്പോണന്റുകൾ, റിസോഴ്സസ് എന്ന് പറയുന്നത് മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ മെൻ ആണ്. ആ എം എന്ന് പറയുന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റൽസിലായാലും ഏത് ബിസിനസ് സ്ഥാപനത്തിലായാലും നമുക്ക് ഈ റിസോഴ്സസ് എല്ലാം തന്നെ വേണം. മണി എന്തിനാണ്? ഒരു ബിസിനസ് ആവശ്യം നമുക്കറിയാം. ഒരു എന്ത് ബിസിനസ് തുടങ്ങാനും നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട കാര്യം എന്താ? ഇറ്റ്സ് മണി. മണി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. പണം ഇല്ലാത്ത ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എത്ര സൈസ് ആയിട്ടുള്ള ബിസിനസ് ആയാലും in order to start a business we should have money which is called capital. അതിനു വേണ്ടിയുള്ള പേര്, അതിന്റെ പേര് ഇതാണ്, ക്യാപിറ്റൽ, മൂലധനം. മൂലധനം ഇല്ലാതെ ഒരു ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റില്ല. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അത്യാവശ്യം അതിന് വേണ്ടിയിട്ട് ഒരു ബിൽഡിംഗ് വേണം. അല്ലെ, ആ ബിൽഡിംഗ് മാത്രമല്ല, ബിൽഡിംഗ് സിറ്റുവേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് വേണം. ചിലരുടെ കയ്യിൽ പ്ലേസ് ഉണ്ടായിരിക്കും, ബിൽഡിംഗ് മാത്രം പണിതാൽ മതിയായിരിക്കും. ചിലരുടെ കയ്യിൽ പ്ലേസും ഉണ്ടായിരിക്കും, ബിൽഡിംഗ് ഓൾറെഡി ഉണ്ട്. പക്ഷെ അവിടെ എന്ത് ബിസിനസ് ആണോ നടത്തുന്നത് ആ ബിസിനസിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ കൊണ്ടുവന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് ചെയ്യണം. അല്ലെ, അപ്പൊ അത് വാങ്ങിക്കാനായാലും എന്ത് വേണം? കാശ് വേണം. ഇനി മാത്രമല്ല, ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാർ, അതായത് മനുഷ്യരെയും കൂടിയും അതിനകത്ത് ഉൾപ്പെടുത്തിയല്ലോ. ജോലിക്കാർ വേണം, ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന ബിസിനസ് ആയാണ്ട് അതിൽ ഒത്തിരി കാശുണ്ട്, ബിൽഡിംഗ് ഉണ്ട്, അതിൽ എന്താ പറയാ സകലമാന സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തു. എന്താണ് ബിസിനസ്സിന് വേണ്ട, ബിസിനസ് ചെയ്യാൻ വേണ്ടി തുണിത്തരങ്ങളൊക്കെ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്തു. അത് വെച്ചുകൊണ്ട് അവിടെ അയാൾ നോക്കിയിരുന്ന കാര്യം നടക്കുമോ? ഇല്ല. അത് വരുന്ന കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്ത് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ച് എക്സിബിറ്റ് ചെയ്ത് അവർക്ക് അതിൽ പർച്ചേസ് ചെയ്യിപ്പിക്കാൻ, അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാനുള്ള ഒരു പ്രത്യേക നാക്കൊക്കെ ഉണ്ട്. ഇല്ലേ, നമ്മൾ പല ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇതുപോലെ കയറി ഇറങ്ങിണ്ടാവും. തുണി വാങ്ങിക്കാനായിട്ട് അവരുടെ ഒരു നാക്ക് ഉണ്ട്. നമ്മളെ കൊണ്ട് ഇന്നത് എടുപ്പിക്കാനായിട്ട്, ഇത് നല്ലതാണ്, അതിന്റെ ക്വാളിറ്റി ഇങ്ങനെയാണ്, അതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറില്ലേ? ഇഷ്ടംപോലെ പറയാറുണ്ട്. അപ്പൊ അതവരുടെ ഒരു നാക്കാണ്, ആ ആളുകളെ കൊണ്ട് അത് എടുപ്പിക്കാം. അതുപോലെ എവിടെയാണെങ്കിലും ഏത് ബിസിനസ് സ്ഥാപനത്തിലായാലും അവിടെ എംപ്ലോയീസ് ഇല്ലാതെ, മനുഷ്യന്മാരുടെ സഹായം ഇല്ലാതെ ആ ബിസിനസിന്റെ ആ ഒരു സംഭവം കംപ്ലീറ്റ് ആകില്ല. അവരത് കംപ്ലീറ്റ് ആകണമെങ്കിൽ എന്താ പറയാ, മനുഷ്യന്മാർ വേണം, മെൻ വേണം. പിന്നെ എന്താ? മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിനാവശ്യം വേണ്ട മെറ്റീരിയൽസ്. ഇപ്പൊ ഹോസ്പിറ്റൽസിലാകുമ്പോൾ മെഡിസിൻസ് വേണം, മെഡിസിൻസ് അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് വേണം. ഓക്കെ, മെഷീനറി, എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളാണ് നടക്കുന്നത് ഹോസ്പിറ്റൽസിൽ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് വേണം. ഇപ്പൊ കാർഡിയോളജി വിഭാഗത്തിൽ എക്കോ കാർഡിയോഗ്രാം, അല്ലെ, അതുപോലെ എക്കോ എടുക്കുന്ന മെഷീൻസ് ഒക്കെ, അല്ലെ, അതുപോലെയുള്ള മെഷീൻസ് ഒത്തിരി TMT മെഷീൻസ് ഉണ്ട്. ഒത്തിരി മെഷീൻസ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യം വേണ്ടതുണ്ട്. അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യണം. അതും ഒരു ബിസിനസിനെ സംബന്ധിച്ച്, ഏത് ബിസിനസ്സിനായാലും മെഷീനറീസും അത്യാവശ്യമാണ്. ഫിക്സഡ് അസറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് മെഷീനറീസ് എന്ന് പറയുന്നത്. അതായത് നിശ്ചിത കാലത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പെട്ടെന്നൊക്കെ മാറ്റി വാങ്ങിക്കാൻ പറ്റാത്തത്. എന്ന് വെച്ചാൽ ഇന്നിപ്പോ വാങ്ങിച്ചു, നാളെ അത് തന്നെ പിന്നെ വാങ്ങിക്കാം. ഒരു മെഷീനറി വാങ്ങിക്കുമ്പോൾ നമ്മൾ വളരെ ക്വാളിറ്റി ഉള്ളതും ടെക്നോളജി അവർക്ക് ആവശ്യം വേണ്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണക്കിലെടുത്തിട്ട് മെഷീനറീസ് സ്ഥാപിക്കാം. അപ്പൊ അതുപോലെയുള്ള മെഷീൻസ് സ്ഥാപിക്കണം, മെഷീനറീസ്. പിന്നെ എന്താ? മെൻ ഈസ് ദ ഇമ്പോർട്ടന്റ് വൺ, അല്ലെ. മനുഷ്യന്മാര് അതിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനാണെങ്കിലും, അതുപോലെ നമ്മള് മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഹെൽപ്പ് ചെയ്യാനുള്ള എംപ്ലോയീസ് ആണെങ്കിലും എല്ലാവരും വേണം. അപ്പൊ ഇതെല്ലാം കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് ഒരു ബിസിനസ് സംരംഭത്തിന്റെ റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ മറക്കണ്ട, ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെയും ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റൽ, ദ ഇമ്പോർട്ടന്റ് റിസോഴ്സസ് ഓഫ് an organization are money, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ആ 4 കമ്പോണന്റുകളിൽ വന്ന ഒന്നാണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ്, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് മാൻ പവർ. അതിനെ നമുക്ക് മാൻ പവർ എന്നും പറയാം. മനുഷ്യവിഭവം ഇല്ലാതെ ഏത് ബിസിനസ് സംരംഭം ഇന്ന് സക്സസ് ആയിരിക്കുന്നത്? മനുഷ്യനെ ഉൾപ്പെടുത്താതെ. ഇപ്പൊ നമ്മള് പറയാം, ബിസിനസ് സംരംഭം ഇത്ര കണ്ടു വളർന്നു, ആൻഡ് നൗ നമ്മൾ ഏറ്റവും അറ്റത്താണ് ഏത്? ഓൺലൈൻ സർവീസസിന്റെ അടിസ്ഥാനത്തില്. ഓൺലൈൻ സർവീസസ് ഉണ്ട്. എന്തിനാ? ബിസിനസ്സിൽ ഇത്രയധികം എംപ്ലോയീസ് ഉണ്ടല്ലോ. ആ ഓൺലൈൻ സർവീസസ് ആണെങ്കിലും നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ കൈകളിലേക്ക് എത്തണമെങ്കിൽ there are some employees, അല്ലെ. ഇത് കണക്ട് ചെയ്ത് ഏത് രാജ്യത്ത് കിടക്കുന്ന സാധനമായാലും നമ്മളുടെ കയ്യിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഇടയിൽ ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്, അല്ലെ. അപ്പൊ ഓൺലൈൻ സർവീസസിനെയും സക്സസ് ആക്കാനായിട്ട് അവിടെയും ആര് വേണം? ഹ്യൂമൻ പവർ ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ ഹ്യൂമൻ പവറിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട്,
ഹ്യൂമൻ റിസോഴ്സസിനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ട് there is no success to any business organization. ഒരു ബിസിനസ് സ്ഥാപനങ്ങൾക്കും എന്തില്ല, ഒരു തരത്തിലുള്ള എന്താ പറയാ സക്സസും അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. An organization cannot accomplish its success without or avoiding human efforts. Human efforts മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനും അതിന്റെ വിജയത്തിലേക്ക് വന്നിട്ടില്ല. And managing human resource എന്ന് പറയുന്നത് it's the important thing. It's the important pivotal എന്ന് പറഞ്ഞാൽ PIVOTAL. Pivotal means important ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജോലി ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസ് ഏത് ബിസിനസ്സിലെ ആയാലും എംപ്ലോയീസിനെയൊക്കെ കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇനി എങ്ങനെയാണ് ഇവരൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്? അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് ഇറ്റ് ഹാസ് ടു ബി ഡൺ വെൽ. വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് മനുഷ്യന്മാരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക. പക്ഷെ അത് വളരെ നല്ല കൃത്യമായ രീതിയിൽ ചെയ്യുകയും വേണം ബിസിനസ് സംരംഭങ്ങളെ സംബന്ധിച്ച്. കാരണം എന്താണ് ഇത്ര മനുഷ്യന്മാരെ ഹാൻഡിൽ ചെയ്യാൻ മാനേജ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാണെന്ന് പറയാൻ കാരണം ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മളൊക്കെ ഓരോ വീടുകളിലെ അംഗങ്ങളാണല്ലോ അല്ലെ. നമ്മുടെ വീടുകളിലെ അംഗങ്ങള് പ്രത്യേകിച്ച് നമ്മളുടെ എന്താ പറയാ ലേഡീസിനോട് പറയാം. ലേഡീസിനെ വെച്ച് നോക്കാം. നമ്മൾ ഈ ഒരു വീട്ടിലുള്ള എത്ര ആൾക്കാരുണ്ട്? നമ്മുടെ വീട്ടിലാകെ 5-6 പേരൊക്കെ ഉണ്ടാവുള്ളൂ ആകെപ്പാടെ, കൊച്ചും പിച്ചും ഒക്കെ ആയിട്ടും അച്ഛനമ്മമാരും ഒക്കെ ആയിട്ടും അല്ലെ. ഈ 5 എണ്ണത്തിനെയും അല്ലെങ്കിൽ 4 എണ്ണത്തിനെയും 6 എണ്ണത്തിനെയും മാത്രമൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നമ്മൾ എത്ര കഷ്ടപ്പെടേണ്ടത്? ചിലപ്പോഴൊക്കെ വീടുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം പുറപ്പെട്ട് കേൾക്കാം. ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. കേൾക്കാത്തൊരു ദിവസമെങ്കിലും ഉണ്ടാവും. ആരെങ്കിലും എപ്പോഴെങ്കിലും പറയുണ്ടാവുമല്ലോ നമ്മുടെ വീടുകളില് ഇല്ലേ, ഇതുങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ തോക്കണത് വീടുകളിൽ മാത്രമാണ്. നമ്മൾ ബാക്കി ഓരോടത്തും തോക്കൂല. തോക്കാൻ ഞാൻ സമ്മതിക്കില്ല. കാരണം എന്താ? തോക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. തോക്കാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? പക്ഷെ ഓരോരുത്തും നമ്മൾ തോറ്റു. എവിടെയാത്? നമ്മുടെ വീടുകളിൽ തന്നെ. അവിടെ നമ്മൾ തോറ്റേ മതിയാകൂ. കാരണം നമ്മളോടൊപ്പം നമ്മൾ പറയുന്നത്, കാരണം നമ്മുടെ വീടുകളിൽ അങ്ങനെയാണ്. നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ളവരാണ്. അതുകൊണ്ട് അറ്റാച്ച്മെന്റ് കൂടുതലുള്ളവരോട് നമ്മളിങ്ങനെ കുറെ എന്താ പറയാ കുറച്ച് ഇങ്ങനെയൊക്കെ കാണിക്കും അല്ലെ. അത് ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ടാകും. കുറച്ച് ഉഴപ്പൊക്കെ കാണിക്കും. നമ്മുടെ വീടുകളിൽ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പുറത്ത് എവിടെയെങ്കിലും ചെന്നിട്ട് അങ്ങനെ കുഴപ്പം കാണിക്കാൻ പറ്റുമോ? ഇല്ല. ഒന്ന് റിലാക്സ് ചെയ്യുന്നത്, ഒന്ന് ഫ്രീ ആകുന്നത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ റിലാക്സേഷനും ആ ഫ്രീഡവും ഒക്കെ മിസ്യൂസ് ചെയ്യുന്നത് നമ്മുടെ വീടുകളിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്നത് അമ്മമാരുടെ അടുത്ത് അല്ലെങ്കിൽ ഭാര്യമാരുടെ അടുത്ത് അങ്ങനെയൊക്കെയാണ് അല്ലെ, മക്കളുടെ അടുത്തൊക്കെയാ കാണിക്കാം. അപ്പൊ അത് കാണിക്കുമ്പോ എന്താണ്, നമ്മളെ കൊണ്ട് അവരെ കൊണ്ട് തോറ്റുപോകും. അപ്പൊ നമ്മൾ പറയുന്നത് തോറ്റുപോയി എന്ന് അല്ലെ. അപ്പൊ അങ്ങനെയാണ്. അതേസമയം അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ വീടുകളിലുള്ള ഈ 3-4 എണ്ണത്തിനെ മാനേജ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഹൗ ഈസി ഇറ്റ് ഈസ് ടു മാനേജ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? അപ്പൊ എന്താ അതിന്റെ വ്യത്യാസം? ബിക്കോസ് നോക്കാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, ഒരു 500 ആളുകളെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഡോക്ടേഴ്സ്, നഴ്സുമാര്, ഡിഫറെന്റ് എന്താ പറയാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഓരോ ആരെങ്കിലും ഒക്കെ ജോലിയൊക്കെ ചെയ്യുന്നവര്, ക്ലീനേഴ്സ്, മറ്റ് ലോണ്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ഒരു 500 പേരുണ്ടെന്ന് വിചാരിക്കാം. ഈ 500 പേരും ഒരു വീട്ടിൽ നിന്ന് വന്നതാണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഈ 500 വീടുകളിൽ നിന്ന് വന്നതായിരിക്കാം അല്ലെ. ഈ 500 എണ്ണത്തിന്റെ സ്വഭാവത്തിലോ ബിഹേവിയറൽ പാറ്റേൺസോ ഒക്കെ ഒരുപോലത്തെ ആണോ? എല്ലാവർക്കും ഒരേ സ്വഭാവമാണോ ഉള്ളത്? അങ്ങനെയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. ഈ എല്ലാം വ്യത്യസ്തമായ സ്വഭാവ രീതികളുള്ളത്, ഓരോന്നിനും ഓരോ പെരുമാറ്റ രീതികളൊക്കെ ഉള്ള ആൾക്കാര്, എല്ലാം വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ്. അപ്പൊ ഇവരെ മാനേജ് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കും? ക്വയറ്റ് ഡിഫിക്കൽറ്റ് അല്ലെ, ഭയങ്കര പാടാണ്. അപ്പൊ നമ്മൾക്ക് ഒരു വീടിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഈ പറയുന്ന ഹോസ്പിറ്റൽ പോലുള്ള ഇത്രയും വലിയ ബിഗ് ഓർഗനൈസേഷനൊക്കെ ഹൗ ടു മാനേജ്, എങ്ങനെ മാനേജ് ചെയ്യണം? പക്ഷെ ഇറ്റ് ഷുഡ് ബി ഡൺ വെൽ. പക്ഷെ അതൊക്കെ മാനേജ് ചെയ്തേ പറ്റൂ. അവരുടെയൊക്കെ ബിഹേവിയറൽ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി, അവരുടെ പെർഫോമൻസ് മനസ്സിലാക്കി, അവരുടെ ഒപ്പമൊക്കെ ഇന്ന് അതുകൊണ്ടാണ് ഇന്ന് എല്ലാവർക്കും നമ്മൾ മനുഷ്യന്മാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണാൻ പാടില്ല. ഞാൻ വലിയ ടോപ്പ് ലെവലിൽ ജോലി ചെയ്യുന്ന ആള്, നീ ഏറ്റവും താഴെ, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. After all, everyone are considered as human being. എല്ലാവരെയും മനുഷ്യനായി കാണണം അല്ലെ. ഇന്ന് നമ്മൾ ഏത് ബിസിനസ് ഓർഗനൈസേഷനിൽ ചെന്നാലും ആരും നമ്മൾ അങ്ങനെ വിവേചനങ്ങളൊന്നുമില്ല. എല്ലാവരുടെ ഒപ്പം നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചാ നിൽക്കുന്നത് അല്ലെ. ആരെയും മാറ്റി നിർത്തില്ല, നീ ഞങ്ങളുടെ ഒപ്പം കൂടാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും വിവേചനങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് നിർത്തണം. പണ്ടൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഞങ്ങൾ ടോപ്പ് ലെവലുള്ളവരാണ്, നിങ്ങൾ ഭയങ്കര താഴെയുള്ളവരാണ്,
ആ ഒരു ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഒരുമിച്ച് മാനേജ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷന്റെ സക്സസിന് വേണ്ടി ഒരുക്കണം എല്ലാവരെയും. അപ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുള്ളൂ. അല്ലാതെ അവരോട് മോശമായ രീതിയിൽ അവർക്ക് നല്ലൊരു വർക്കിംഗ് സിറ്റുവേഷൻ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒരുക്കി ഫെസിലിറ്റി ഒന്നും കൊടുത്തില്ല എങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജോലി ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം അവർക്കൊന്ന് വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയാൽ മതി എന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എങ്ങനെ വിചാരിക്കും, ഓ ഇതല്ല വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടിയെങ്കിൽ ഇതിലും കുറവ് ശമ്പളമായാലും കുഴപ്പമില്ല അങ്ങോട്ട് പോകാമായിരുന്നു എന്നും വിചാരിക്കും. അതെന്തുകൊണ്ട് അങ്ങനെ വിചാരിക്കാനുള്ള കാരണം, എംപ്ലോയീസ് അവർക്ക് അവിടെ കിട്ടുന്ന ആ ഒരു എൻവയോൺമെന്റ് ഇറ്റ്സ് നോട്ട് സാറ്റിസ്ഫൈഡ്. അതുകൊണ്ട് തന്നെ കാരണം അവർ സംതൃപ്തരല്ല. അതെങ്ങനെ കിട്ടേണ്ടത്? അതൊക്കെ കൊടുക്കാനുള്ള ആൾക്കാരാണ് ആര്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാര്. അപ്പൊ അവരെ നല്ല രീതിയിൽ അവരുടെ ഓൺ ഡിപ്പാർട്ട്മെന്റിനെ കണക്കിലെടുത്ത്, അവിടെയും കുറെ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ആ ഡിപ്പാർട്ട്മെന്റിലും അവരുടെ ഗ്രൂപ്പ് ഉണ്ട്. അവരുൾപ്പെടെ അവരുടെ ഡിപ്പാർട്ട്മെന്റിനെയും മറ്റേ ഉള്ള ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒക്കെ എംപ്ലോയീസിനെയൊക്കെ അവരുടെ പെർഫോമൻസും ബിഹേവിയറും ഒക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. എത്രത്തോളം ദ ഗ്രേറ്റർ ദ കമ്മിറ്റ്മെന്റ് ഫോർ ദെയർ ഓർഗനൈസേഷണൽ ഗോൾ, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ എത്രത്തോളം കമ്മിറ്റ്മെന്റ് ആ ഡിപ്പാർട്ട്മെന്റിനുണ്ട്. എത്രത്തോളം? ഏത് ഡിപ്പാർട്ട്മെന്റിന്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന് തങ്ങളുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഞാൻ എത്രത്തോളം കമ്മിറ്റഡ് ആണ്. ഞാനിപ്പോ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എന്റെ ഓർഗനൈസേഷന്റെ ഡെവലപ്മെന്റ് എന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ എന്റെയും കൂടി ഡെവലപ്മെന്റ് ആണ്. കാരണം ഞാൻ നിൽക്കുന്നിടം വളർന്നാൽ മാത്രമേ എനിക്ക് വളർച്ചയുള്ളൂ. അല്ലെ? അങ്ങനെയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ വിചാരിക്കണ്ടേ? ആണോ? ആണല്ലോ അല്ലെ? നമ്മൾ എവിടെയായിരിക്കുന്നുവോ ആ സ്ഥാപനം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സ്ഥലം ഡെവലപ്ഡ് ആയി കാണാൻ, സക്സസ് ആയി കാണാം. അല്ലെങ്കിൽ പറയില്ല ആൾക്കാർ, ഓ അത് വന്ന് അവിടെ മുടിഞ്ഞു എന്ന് പറയും. അല്ലെ? അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ ചെല്ലുന്നിടം, നമ്മൾ പ്രവർത്തിക്കുന്നിടം, നമ്മൾ ജോലി ചെയ്യുന്നിടം എന്ത് ചെയ്യുക? അവിടെ എല്ലാവർക്കും അവര് ആ ഒരു ലക്ഷ്യം, അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ എന്താ പറയാ പ്രയത്നിക്കുമ്പോ, എഫേർട്ട് ഇടുമ്പോ, അവര് വളരുമ്പോ അത് എന്റെയും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അത് മനസ്സിലാക്കുക എന്നുള്ളതും ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ അവരുടെ കമ്മിറ്റ്മെന്റ് ടു അറ്റൈൻ ദ ഓർഗനൈസേഷണൽ ഗോൾ, ഓർഗനൈസേഷന്റെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ വികസനം അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യമൊക്കെ എന്താ പറയാ നേടിയെടുക്കാനായിട്ട് എത്രത്തോളം കമ്മിറ്റഡ് ആണോ, ദാറ്റ് മച്ച് ഡിഗ്രി ഓഫ് ഇഫക്റ്റീവ്നെസ് വിൽ ബി ദർ ഇൻ ദയർ ഓർഗനൈസേഷണൽ വർക്ക്സ്. ആ ഓർഗനൈസേഷന്റെ ഓരോ പ്രവൃത്തിയും അത്രത്തോളം ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് ആ സെന്റൻസ് പറഞ്ഞിരിക്കുന്നത്. ദ ഗ്രേറ്റർ ദ കമ്മിറ്റ്മെന്റ്, ദ ഗ്രേറ്റർ ദ മോർ എന്നൊക്കെ പറഞ്ഞ ഇംഗ്ലീഷില് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമായിരിക്കും അല്ലെ? അതാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. The greater the commitment of the members of organizational goals, the greater is the degree of effectiveness with which the organization works. എത്രത്തോളം കമ്മിറ്റഡ് ആയിട്ട് ഓരോ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ആ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രയത്നിക്കുമോ അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക് അവരുടെ ഓർഗനൈസേഷനിലും ഉണ്ടാകും. എന്ന് വെച്ചാൽ അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവരുടെ ഓർഗനൈസേഷന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഞാൻ എത്രത്തോളം നന്നായി പ്രവർത്തിക്കുന്നു, അങ്ങനെ ഓരോ എംപ്ലോയീസും ചിന്തിച്ചാൽ ഞാൻ എത്രത്തോളം നന്നായി പ്രവർത്തിച്ചാലാണ് എന്റെ ഓർഗനൈസേഷന്റെ വളർച്ച ഉണ്ടാക്കാൻ പറ്റുക എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. അവിടെ എന്തായി? ആ ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ആയി. പിന്നെ ഒന്നും പറയാനില്ല അവിടെ. മനസ്സിലായോ? ആരെങ്കിലും ഇത് എന്റെ അല്ല എന്റേത് എന്ന് നമ്മളുടേതെന്ന് നമുക്ക് സ്വന്തമായിട്ട് തോന്നുമ്പോഴില്ലേ അതിനോടൊരു ഇഷ്ടം കൂടും അല്ലെ? ഇത് എന്റെയാണ്, ഞാൻ ചെയ്യുന്ന ജോലി എന്റെ ഓർഗനൈസേഷന് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ അത് വളരെ ബെസ്റ്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്താ പറയാ ശ്രമിക്കണം. എന്നാലും മാത്രമേ എന്റെ ഓർഗനൈസേഷൻ വളരുള്ളൂ. അത് വളർന്നാൽ മാത്രമേ എനിക്കും പറ്റുള്ളൂ അല്ലെ? നാളെ ഒരു ദിവസം ഇത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആയാൽ നമുക്ക് അതുകൊണ്ട് നേട്ടമുണ്ട്. ടു ബീങ് എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ, അതിന്റെ ഒരു സന്തോഷം, ഞാനും ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാണ്, അതുകൊണ്ട് എനിക്കും അതിന്റെ നേട്ടമുണ്ട് എന്ന് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിലും ഇങ്ങനെ നിൽക്കാലോ, പറയാലോ അല്ലെ? അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടാസ്ക്. അതൊരു ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു എന്താ പറയാ ചലഞ്ചിങ്, ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് ദ മേജർ കമ്പോണന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഏത് ബിസിനസ് സംരംഭത്തിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. It is the human resource which have the most important success of any organization. നമുക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സുകൾ തന്നെയാണ് ഏത് ബിസിനസ് ഓർഗനൈസേഷന്റെയും വിജയത്തിന്റെ പിന്നിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള
ഒരു ഘടകം. ഇത് ഒരു ഓർഗനൈസേഷൻ വിജയിക്കുന്നതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഘടകവും ഏത് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. മനസ്സിലായോ? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല ആ ഓർഗനൈസേഷൻ അതിന്റെ വിജയത്തിലേക്ക് എത്തുന്നത്, അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുന്നതിൽ, അതിന്റെ വിജയം നേടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതും ആര് തന്നെയാണ്? ഈ ഹ്യൂമൻ റിസോഴ്സ് തന്നെയാണ്. ഇനി നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് ദോസ് ആർ വർക്കിംഗ് ഇൻ എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ ദേ ഹാവ് നോ സിമിലർ നേച്ചർ. ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ നോക്കിക്കഴിഞ്ഞാലേ എല്ലാവർക്കും ഒരേപോലത്തെ സ്വഭാവമാണോ ഉള്ളത്? എല്ലാവർക്കും വ്യത്യസ്ത സ്വഭാവ രീതികളാണ്. ഇപ്പൊ രണ്ടാൾക്കാരെ മാത്രം എടുത്തോളണം നമ്മൾ മുമ്പിൽ വെച്ച് നോക്കിയാലും ആ രണ്ടാളുകളിലും ഒരുപാട് വ്യത്യസ്തതകൾ നമുക്ക് കാണാം. സിമിലാരിറ്റീസ് വളരെ കുറവും, അല്ലെ? സാമ്യങ്ങൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഡിസിമിലാരിറ്റീസ് അല്ലെങ്കിൽ എന്താ പറയാ വ്യത്യാസങ്ങൾ, ഡിഫറൻസസ് കൂടുതലായിരിക്കും. അപ്പോ ഇത് എല്ലാവരുടെയും നേച്ചറിൽ വ്യത്യാസമുണ്ട്, ബിഹേവിയറിൽ വ്യത്യാസമുണ്ട്. ഡിഫറൻസ് ഇൻ ബിഹേവിയർ ആൻഡ് നേച്ചർ അത് എന്തായാലും എല്ലായിടത്തും നമുക്ക് കാണാം, ഏത് ബിസിനസ് ആയിക്കോട്ടെ. ആൻഡ് in each organization, the employees who are coming to the business or in any organization for their work have no same needs. ഈ ഓരോരുത്തരും ജോലി ചെയ്യുന്നുണ്ടല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട്, പല പല സ്ഥലങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ജോലി ചെയ്യുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അവരുടെ ആവശ്യം? ജോലി എന്തിനാ ചെയ്യുന്നേ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? എന്താ ജോലി ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താ? എല്ലാവരും ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണോ? എല്ലാവരും ഒരേ ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെയാണ്. അപ്പൊ പറയും എന്താ അല്ലേ, അതാണല്ലോ, ശരിയാണല്ലോ, എല്ലാവരും ഒരേ ആവശ്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരാ, എല്ലാവരും കാശുണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാ? അല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ചിലർക്ക് സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ലൈഫ് സെറ്റ് ആകാൻ, അല്ലെ, ഒരു ലൈഫ് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ആണ്. അതായത് ഒരു വരുമാന മാർഗം, ഇൻകം ഒരു ഉണ്ടായാൽ മാത്രമേ തനിക്ക് നിലനിന്ന് പോകാൻ പറ്റുള്ളൂ. ചിലർക്ക് കുറെ ഭയങ്കര കുടുംബസ്വത്തൊക്കെ ഉണ്ടാകും. പക്ഷെ അപ്പൊ നമ്മളിങ്ങനെ ചില ആൾക്കാർ നോക്കിയിട്ട് പറയുമ്പോ അതിനിപ്പോ എന്താണ്, ആ ജോലിക്ക് പോകേണ്ട വല്ല ആവശ്യമുണ്ടാ? നിസ്സാര ശമ്പളം കിട്ടുന്നുള്ളൂ, അതിന് വല്ല ആവശ്യമുണ്ട് അതിന്റെ? കാരണം അവിടെ നല്ല സ്വത്തും സമ്പത്തും ഇട്ടുമൂടാനുള്ള പണവും ഒക്കെ ഉണ്ട്, പിന്നെ എന്തിനാ ജോലിക്ക് പോകണം? ചില ആൾക്കാരെ ചൂണ്ടി നമ്മൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ല നിങ്ങളുടെ നാട്ടിലൊന്നും? ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ. അതിന് വല്ല ആവശ്യമുണ്ടോ ആ ജോലിക്ക് പോകണ്ടേ? അതിന്റെ വീട്ടിൽ നല്ല സ്വത്തുണ്ടല്ലോ, അതിന്റെ ജോലി അല്ലേ? അങ്ങനെയുണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്. എന്ത് ജോലി? അതായത് നമ്മൾ പഠിച്ചത് നമ്മൾ എവിടെയെങ്കിലും പ്രാവർത്തികമാക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ജോലി എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ എന്തോ പഠിച്ചു, ആ പഠിച്ചതോ അല്ലെങ്കിൽ നമ്മളുടെ ഓൺ എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾ എന്തൊക്കെയോ നേടിയെടുത്തു, അത് എവിടെയെങ്കിലും നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ ആ ജോലി കിട്ടിയ ആ ഒരു എന്താ പറയാ ശമ്പളം മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, ചിലപ്പോ അത് എന്റെ ഒരു കഴിവിനെ എനിക്കൊന്ന് നോക്കണം, ഞാൻ എത്രത്തോളം അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും എന്നറിയാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്, സാലറിക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. പിന്നെ എന്താ പറയാ ഒരു എന്താ പറയാ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം, അല്ലെ? പിന്നെ എന്താ സോഷ്യൽ സ്റ്റാറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ, സ്കിൽ ഇമ്പ്രൂവ്, വെരി ഗുഡ് ആൻസേഴ്സ് ആണ് നിങ്ങൾ പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ജോലി ചെയ്യുന്നത്. എനിക്ക് ഈ ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രം എന്തായാലും ജോലിക്ക് വന്നില്ലെങ്കിലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശമ്പളം കൂടെ വീട്ടിലെത്തിച്ചേക്കണം എന്ന് പറയാനാണോ? തീർച്ചയായിട്ടും അല്ല. അങ്ങനെ പല പല ലക്ഷ്യങ്ങളും ആളുകൾക്ക് എന്താ പറയാ ഒരു ജോലി കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഇവിടെ നമുക്കറിയാം ഒരു എന്താ പറയാ ഓർഗനൈസേഷനിൽ the people or human resource are employed for their different needs. അവരുടെ ചില ആളുകൾക്ക് എക്സ്പീരിയൻസിന് വേണ്ടി, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഇൻകമിന് വേണ്ടി, അല്ലെ, സാലറിക്ക് വേണ്ടി, വേജിന് വേണ്ടി, എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ എന്താ പറയാ ഈ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ എംപ്ലോയ്മെന്റ്, ഒരു വർക്ക് പ്ലേസിൽ നമ്മൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ എന്താ പറയാ നമുക്ക് ജോലി ചെയ്ത സാലറി കിട്ടും, നമുക്ക് ആ ഒരു എംപ്ലോയ്മെന്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു, സാലറി കിട്ടുന്നു. ആൻഡ് ഓൾസോ ചില ആൾക്കാർക്ക് ബെറ്റർ പ്രോസ്പെക്ട് ഇൻ ഫ്യൂച്ചർ, ഭാവി എന്താ പറയാ ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് മറ്റനേകം ബെനഫിറ്റ്സ് പ്രതീക്ഷിച്ച് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമുക്കറിയാം പല ഓർഗനൈസേഷനിലും വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിച്ചത് നമുക്ക് കിട്ടിയ അവർ നോളജ് ആൻഡ് അവർ എനർജി എന്താണ് മറ്റുള്ള ഓർഗനൈസേഷൻസിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാനായിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്തുകയാണ്, അല്ലെ? അപ്പൊ ഈ ഓർഗനൈസേഷൻ ഡെവലപ്ഡ് ആകണം എന്നുള്ളത് എന്റെ കൂടി ആവശ്യമാണ്. സോ എന്റെ നോളജ്, എന്റെ അറിവ്, എന്റെ എനർജി ഐ എം യൂട്ടിലൈസിങ് ദിസ് ഫോർ ദിസ് ഓർഗനൈസേഷൻ. അത് ഞാൻ ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്നു, എന്റെ എനർജിയും എന്റെ നോളജും ഒക്കെ. അപ്പൊ അതെന്താ, അപ്പൊ ഈ ഒരു ഓർഗനൈസേഷൻ വളരും. സോ with that, along with that, I can also
എന്താ പറയാ, എനിക്കും അതിനൊരു ഡെവലപ്മെന്റ് ഉണ്ട്, എനിക്കും അതിനോടൊപ്പം തന്നെ ഡെവലപ്ഡ് ആകാം, ഗ്രോ ചെയ്യാം എന്നുള്ളത് ഇതാണ്. അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ the management, that means the human resource management should be aware. എന്തായാലും അവർ വളരെയധികം ബോധവാന്മാരായിരിക്കണം. എന്തിന്? നോട്ട് ഓൺലി their ഡിപ്പാർട്ട്മെന്റ്, അവരുടെ മാത്രം, അവരുടെ ഓർഗനൈസേഷന്റെ മാത്രം വികസനമോ വളർച്ചയോ അല്ല ലക്ഷ്യം വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നവര് പിന്നെയോ ബട്ട് ഓൾസോ ദ എംപ്ലോയി സെൽഫ് നീഡ്സ്. ഓരോ ജോലിക്കാരനും, അവിടെ വന്നു പോകുന്ന ഓരോ ജോലിക്കാരന്റെയും അവരുടെ സെൽഫ് നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി വേണം അവരെ മാനേജ് ചെയ്യാനായിട്ട്. അപ്പൊ ഓർഗനൈസേഷന്റെ ലക്ഷ്യം ഞങ്ങൾക്ക് പരമാവധി ലാഭം ഉണ്ടാക്കുക, അത് മാത്രമേ ഉള്ളൂ. ജോലിക്കാര് വന്ന് എങ്ങനെയെങ്കിലും കഷ്ടപ്പെടുകയോ ചാവോ മരിക്കോ എങ്ങനെയെങ്കിലും ചെയ്തോ, ഞങ്ങൾക്ക് അറിയില്ല, ആവശ്യമില്ല, ഞങ്ങൾക്ക് നിങ്ങൾ ജോലി ചെയ്തു തന്നാൽ മാത്രം മതി എന്നല്ല. അവരുടെ സെൽഫ് നീഡ്സ്, ജോലിക്കാർക്കുണ്ട് അവരുടേതായ ചില എന്താ പറയാ സെൽഫ് ആയിട്ടുള്ള ചില സാറ്റിസ്ഫാക്ഷൻസ്, നീഡ്സ്, അതൊക്കെ അതുകൂടി അവരുടെ ബേസിക് നീഡ്സ് കൂടി സാധ്യമാക്കി കൊടുത്ത് കൊണ്ടുപോകുക എന്നുള്ളതും എന്തായിരിക്കണം, ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ അവരുടെ ഓർഗനൈസേഷന്റെ വികസനം മാത്രം ലക്ഷ്യമാക്കിയാൽ പോരാന്ന്, ആ ലക്ഷ്യം വെക്കുമ്പോ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ആ ഹ്യൂമൻ റിസോഴ്സസിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ അടക്കം മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊണ്ടുപോകുക, മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ ഇവിടെ വരെ? മനസ്സിലായോ നോക്കിയേ? ആ മിണ്ടല്ലോ ആരും, ഉറങ്ങിപ്പോയാ എല്ലാവരും? ഓക്കെ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാം, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്തുള്ളത് കേട്ടാ. സോ ഇനി അപ്പൊ നമുക്ക് നോക്കാം അടുത്തത് എന്താണ്. അതിന്റെ കുഞ്ഞു കുഞ്ഞു സെന്റൻസുകൾ ഓരോന്നൊക്കെ വായിക്കുമ്പോ വലിയ കടിച്ചാപ്പെടാത്ത കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകളെ മാനേജ് ചെയ്യുക. അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത്ര ഈസി ടാസ്ക് അല്ല. കാരണം all are coming from different backgrounds, different family backgrounds, and all they are having different behavioral pattern. Behavior മാത്രമല്ല, their nature is different. ഓരോരുത്തരുടെയും സ്വഭാവ സവിശേഷതകളിൽ വ്യത്യസ്തതകളുണ്ട്. ഓക്കെ, പെരുമാറ്റച്ചട്ടങ്ങളിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ ഒക്കെ ഒത്തിരിയുള്ള മാറ്റങ്ങളുള്ള ഈ മനുഷ്യന്മാരെയൊക്കെ ഒരു റൂഫിന്റെ കീഴിൽ എല്ലാത്തിനെയും മാനേജ് ചെയ്ത് വളരെ വൃത്തിയായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആൻഡ് വീണ്ടും പറയുന്നു, ഇറ്റ്സ് എ ചലഞ്ചിങ് ജോബ് ടു മാനേജ് പീപ്പിൾ. മനുഷ്യന്മാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ ടാസ്ക് ആണെന്നാണ് വീണ്ടും പറയുന്നത്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഇറ്റ്? എന്താണ് അതിന്റെ കാരണം? ഇറ്റ് ഈസ് ദ ഡൈനമിക് നേച്ചർ ഓഫ് പീപ്പിൾ. എന്താ കാരണം? മനുഷ്യന്മാരുടെ ഡൈനമിക് നേച്ചർ ആണ്. എന്താ ഡൈനമിക്കിന്റെ വാക്കിന്റെ അർത്ഥം? ചേഞ്ചിങ് നേച്ചർ. ഈ കാലത്ത് കാണുന്ന സ്വഭാവത്തിലായിരിക്കില്ല ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചു നേരം കഴിയുമ്പോൾ സ്വഭാവം മാറും. അതായത് മനുഷ്യന്റെ മൂഡ് സ്വിങ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും ഫീലിങ്സ് റിഫ്ലക്ട് ചെയ്യുന്നത് മനുഷ്യർക്ക് തന്നെയാണ്. മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ ഫീലിങ്സിനൊക്കെ റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു കഴിവുള്ളത് മൃഗങ്ങളെക്കാളൊക്കെ, അല്ലെ? മൃഗങ്ങൾക്ക് അങ്ങനെ ഫീലിങ്സ് എപ്പോഴെങ്കിലൊക്കെ മാറി മാറി വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും മൃഗത്തിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. മനുഷ്യന്മാർക്ക് പക്ഷെ അതങ്ങനെ കാലത്ത് പോയ മൂടാണോ വൈകുന്നേരം നമ്മൾ ഓരോരുത്തരുടെ മൂഡ് നോക്കിയൊക്കെ ചില ആൾക്കാരോട് സംസാരിക്കുള്ളൂ, അല്ലെ? പ്രത്യേകിച്ച് നമ്മള് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടാനായിട്ടേ നമ്മള് എന്താ പറയാ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നേടിയെടുക്കാനുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മൂടൊക്കെ നോക്കിയിട്ട് പറയുള്ളൂ, അല്ലെ? കുട്ടികളൊക്കെ നമ്മളുടെ അടുത്ത് വരുമ്പോഴും നമ്മളോടും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചോദിച്ചു വരുമ്പോഴേ, സ്കൂളിൽ നിന്ന് ടൂർ പോകണ്ട, ട്രിപ്പ് പോകണ്ട, ഞാൻ പോയിക്കോട്ടെ, അപ്പൊ മൂടൊക്കെ നോക്കും. അച്ഛനോട് മൂടൊക്കെ നോക്കിയിട്ട് സംസാരിച്ചാൽ മതിട്ടാ, അങ്ങനെയൊക്കെ പറയും, അല്ലെ? ഇന്നും ചോദിക്കണ്ട, ഇപ്പൊ ഇത്തിരി സ്വഭാവം ഇച്ചിരി മോശമായിട്ടിരിക്കുക എന്നും ചോദിക്കണ്ട, നാളെ രാവിലെ ചോദിക്കാം. അപ്പൊ മൂടൊക്കെ ചിലപ്പോ പല കാരണങ്ങൾ കൊണ്ടും പല സമ്മർദ്ദങ്ങൾ നമ്മളുടെ നേച്ചറിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുത്തും, അല്ലെ? അപ്പൊ അത് തന്നെയാണ്. അപ്പൊ ഒരു വീട്ടിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഇത്രയും കണ്ട മനുഷ്യന്മാരെയൊക്കെ എങ്ങനെയാ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഡൈനമിക് നേച്ചറുള്ള ഈ സ്വഭാവ രീതിയിൽ വ്യത്യസ്തതകളുള്ള മനുഷ്യരെ മാനേജ് ചെയ്യുക? ഇറ്റ്സ് എ ചലഞ്ചിങ് ജോബ് എന്ന് പറഞ്ഞേക്കണേ, ഒരു വെല്ലുവിളി നിറഞ്ഞ ടാസ്ക് ആണ്. ബിക്കോസ് നോ ടു പീപ്പിൾ ആർ അലൈക്ക്. രണ്ട് വ്യക്തികളെ നമ്മൾ ഇങ്ങനെ മുമ്പിൽ നിർത്തി കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരേപോലെയല്ല, രണ്ടുപേരിലും ഒരുപാട് വ്യത്യസ്തതകൾ നമുക്ക് കാണാം. ആൻഡ് ദെൻ ഓൾസോ പീപ്പിൾ ഓർ ഹ്യൂമൻ റിസോഴ്സ് cannot be operated as a machine or a template. ഒരു മെഷീൻ പോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നതല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, അല്ലെ? മെഷീൻ പോലെ പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ മനുഷ്യന്മാരെ? എന്റെ മുമ്പിലിരിക്കുന്ന ഇതൊരു കമ്പ്യൂട്ടർ ആണ്. ഈ ഒരു കമ്പ്യൂട്ടർ എന്താ പറയാ, ഈ ഒരു ഡിവൈസിനെ അല്ലെങ്കിൽ ഈ ഒരു കമ്പ്യൂട്ടർ മെഷീനെ എനിക്ക് എന്റെ പോലെ തന്നെ ഹാൻഡിൽ ചെയ്യാം, അല്ലെ? ഞാനിപ്പോ നിങ്ങളോട്
വീഡിയോ ഓഫ് ചെയ്ത് എനിക്ക് സംസാരിക്കാം അല്ലെ. അതുപോലെ തന്നെ എന്ത് വേണമെങ്കിലും എനിക്കിതിനെ നമുക്ക് തന്നെ ഇതിനെ ഹാൻഡിൽ ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ നമ്മുടെ ഇഷ്ടത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതാണ് പറഞ്ഞേക്കണേ. എന്താ പറയാ, ഹ്യൂമൻ റിസോഴ്സ് കനോട്ട് ബി ഓപ്പറേറ്റഡ് ലൈക്ക് എ മെഷീൻ പോലെ. ഒരു ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മുറിയിൽ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന എന്തെങ്കിലും സാധനം, അതുപോലെ ഒന്നും നമുക്ക് ഒരു മനുഷ്യനെ പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയാ. ആൻഡ് എന്താ പറയാ, മനുഷ്യന്മാരുടെ എന്താ പറയാ, അവരെയൊക്കെ വളരെ എന്താ പറയാ, വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. മനുഷ്യനും അവരുടെ തൊഴിലിനെയൊക്കെ മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സോ മാൻ പവർ മാനേജ്മെന്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. മാനേജിങ് പീപ്പിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ചെയ്യേണ്ടവരാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. സോ ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഈസ് ദ ഹാർട്ട് ആൻഡ് എസെൻസ് ഓഫ് ബീങ് എ മാനേജർ. അങ്ങനെയാണെങ്കിലേ എന്താണ്, ഇവര് ഈ പറയുന്ന ഒരു മാനേജർ എന്ന രീതിയിൽ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന രീതിയിൽ they have to manage the personnel properly. ഈ മനുഷ്യന്മാരെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്താൽ മാത്രമേ ഒരു നല്ല മാനേജർ ആവുള്ളൂ. ഏത് മാനേജർ? ഓവറോൾ മാനേജർ അല്ല, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. എംപ്ലോയീസിനെ എല്ലാവരെയും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോയാൽ യു വിൽ ബി എ ഗുഡ് മാനേജർ, നല്ല മാനേജർ ആണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ the activities which is related to human elements, മനുഷ്യന്മാരുടെ ഓരോ പ്രവർത്തി, ഹ്യൂമൻ എലമെന്റുകളെ ഒക്കെ അല്ലെങ്കിൽ ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഓരോ മനുഷ്യന്മാരെയും, ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെയും നമ്മൾ ഹാൻഡിൽ ചെയ്യണം, അവരെയൊക്കെ മാനേജ് ചെയ്യണം, അവർക്ക് വേണ്ട രീതിയിലുള്ള എന്താ പറയാ ട്രെയിനിങ്ങും മറ്റു മോട്ടിവേഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. ദാറ്റ് മീൻസ് എല്ലാം കൂടി വഴി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റ സെന്റൻസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അൺലെസ് ഹ്യൂമൻ എലമെന്റ്, ഹ്യൂമൻ എന്ന് പറയുന്ന ആ ഘടകം, ആ ഒരു ഘടകം ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ബിസിനസ് കനോട്ട് സക്സീഡ്. ഒരു ബിസിനസിന് അതിന്റെ വളർച്ച അല്ലെങ്കിൽ അതിന്റെ വികസനം അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ സക്സസ്, വിജയം കണ്ടെത്താനായിട്ട് സാധിക്കില്ല എന്നാണ് ഒറ്റ സെന്റൻസ് ആയിട്ട് പറഞ്ഞത്. ഇതൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം, ഹ്യൂമൻ എഫേർട്ട്, ഹ്യൂമൻ എലമെന്റ് ഒഴിവാക്കി നിർത്തിയിട്ട് നമ്മളൊരു ബിസിനസ് എങ്ങനെ വേണമെങ്കിലും ഞാൻ എന്റെ ബിസിനസ് കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സുകാരനും പറയാൻ പറ്റില്ല, തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ് ഒരു ഓർഗനൈസേഷന്റെ. അത് നമ്മുടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, മറ്റേത് തരത്തിലുള്ള ബിസിനസ് ആയിക്കോട്ടെ. മനസ്സിലായോ? അപ്പൊ ഇത് മനസ്സിലായോ? മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ. സോ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇനി എന്താണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കൊണ്ടുള്ള പ്രാധാന്യം? അതിന്റെ പ്രാധാന്യം എന്താ? ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യണം എന്നതിന്റെ പ്രാധാന്യം എന്താണ്? അതിന് ആ പ്രാധാന്യത്തിനെ 3 പോയിന്റുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കാണിക്കുന്ന 3 പോയിന്റുകളാണ്. ഒന്ന്, സോഷ്യൽ സിഗ്നിഫിക്കൻസ്. 2, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്. ആൻഡ് ദ തേർഡ് വൺ, സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. 3 പ്രാധാന്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, സോഷ്യൽ സിഗ്നിഫിക്കൻസ്. അതായത് ഇഫ് ദ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ദേ പ്രോപ്പർലി മാനേജ് ദ പേഴ്സണൽ. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എംപ്ലോയീസിനൊക്കെ, അവിടുത്തെ തൊഴിൽ വർഗത്തെ മുഴുവനായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ എന്ത് സംഭവിക്കും? It increases their dignity and also satisfies their social needs. ആ ബിസിനസിന്റെ തന്നെ ഡിഗ്നിറ്റി, അതിന്റെ മാന്യത. ഒരു ബിസിനസ്സിനും സമൂഹത്തിന്റെ മുമ്പില് അവരുടേതായ ഒരു നിലനിൽപ്പുണ്ട് അല്ലെ, ഒരു മാന്യതയുണ്ട്. ആ മാന്യത അവർക്ക് എന്താ പറയാ നിലനിർത്താനും അതോടൊപ്പം തന്നെ സാമൂഹികപരമായിട്ടുള്ള പല ആവശ്യങ്ങളും, ആ ബിസിനസ്സിന് സമൂഹത്തോട് ചെയ്യേണ്ട കുറെ ആവശ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, അത് നിലനിർത്താനും സാറ്റിസ്ഫൈ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രോപ്പർലി മാനേജ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അതായത് ഇപ്പൊ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തില്ല എങ്കിൽ ജോലിക്കാരുടേതായ രീതിയിൽ തോന്നിയ പോലെയൊക്കെ ചെയ്യും, എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. അപ്പൊ ജോലിയിൽ കൃത്യതയോ കൃത്യനിഷ്ഠയോ അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയൊന്നും ചെയ്യില്ല. അവർ തോന്നിയ പോലെയൊക്കെ ആണെങ്കിൽ മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുപോകുമ്പോഴാണ് എല്ലാം കൃത്യമായിട്ട് നടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പലരും അവരുടേതായ മടുപ്പും അതുപോലെ തന്നെ എന്താ പറയാ ലേസിനെസ്സും ഒക്കെ കാണിക്കും അല്ലെ, ഉഴപ്പാൻ സാധ്യതയുണ്ട്. അപ്പൊ മാനേജ്മെന്റ് എത്രത്തോളം കൃത്യമായിട്ട് നടക്കുന്നേ,
അപ്പൊ സോഷ്യൽ സിഗ്നിഫിക്കൻസ് അവർക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ സോഷ്യലിന് സമൂഹത്തില് ആവശ്യങ്ങൾ നിറവേറ്റാം, സമൂഹത്തില് തങ്ങൾക്കുള്ള നിലനിൽപ്പ് ഡിഗ്നിറ്റി അവർക്ക് കാത്തു സൂക്ഷിക്കാനും പറ്റും. അതാണ് പ്രോപ്പർ മാനേജ്മെന്റ് കൊണ്ട് ഒന്നാമത്തെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ നേടിയെടുക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണത്? ഇൻക്രീസസ് ദ ഡിഗ്നിറ്റി ആൻഡ് ഓൾസോ സാറ്റിസ്ഫൈസ് ദ സോഷ്യൽ നീഡ്സ്. അത് രണ്ടും വരുന്നത് സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ. അപ്പൊ അങ്ങനെയാണ് ചോദ്യം വരിക. സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ വരുന്നത് അത് എന്തൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഇൻക്രീസസ് ദെയർ ഡിഗ്നിറ്റി, ഡിഗ്നിറ്റി വർദ്ധിപ്പിക്കുന്നു, സോഷ്യൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈ 2 കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. ഇനി മാത്രമല്ല ഈ എംപ്ലോയീസിന് അവരെ മാനേജ് ചെയ്യുന്ന സമയത്ത് they have to be provided healthy environment. ആ ജോലിക്കാർക്ക് അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയെങ്കിലൊക്കെ ജോലി ചെയ്ത് പൊക്കോ, നിങ്ങൾക്ക് ഇവിടെ സ്ഥിരതാമസത്തിനൊന്നും വന്നതല്ലല്ലോ അല്ലെ, ജോലി ചെയ്ത് പൊക്കോ, ഇങ്ങനെയൊക്കെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ എവിടെയുള്ളൂ. അത് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ് എടുക്കാനിരിക്കുകയാണ്, നമ്മൾ കോട്ടക്കത്ത് ഇങ്ങനെ ക്ലാസ് എടുക്കാനിരിക്കുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ എന്താ പറയാ, ഇപ്പൊ ഇവിടെ ഈ ഫാൻ ഇല്ലാന്ന് വിചാരിക്കാം, അപ്പൊ എനിക്ക് ചൂട് എടുക്കും അല്ലെ, എനിക്ക് മാത്രമല്ല എല്ലാവർക്കും വന്ന് ചൂടെടുക്കും. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മൾ കംഫർട്ടബിൾ അല്ല നമ്മുടെ ക്ലാസ്സുകൾ എടുക്കാൻ. ബിക്കോസ് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടും ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മൾ വി ആർ നോട്ട് ഫീലിംഗ് ഗുഡ്. നമുക്ക് നമ്മളുടേതായ ഒരു എന്താ പറയാ ക്ലാസ് മര്യാദയ്ക്ക് എടുക്കണമെങ്കിലും നമ്മളൊരു പ്രോപ്പറായിട്ട് ഉള്ള ഒരു രീതിയിൽ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെയുണ്ട്. അത് ഞാൻ ഒരു ജസ്റ്റ് ഉദാഹരണം പറഞ്ഞതാട്ടോ. അതുപോലെ ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഓരോ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലും ആ വർക്കേഴ്സിന് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്തിരിക്കും. അപ്പൊ ഒരു ഹെൽത്തി എൻവയോൺമെന്റ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് പ്രൊമോട്ട്സ് ദ ടീം വർക്ക് എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസ് തമ്മിൽ എന്തുണ്ടാക്കും? ഒരു ടീം വർക്ക്. നമുക്ക് എല്ലാ രീതിയിലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഓർഗനൈസേഷനിൽ കിട്ടുന്നതെങ്കിൽ നമ്മൾ പരസ്പരം എല്ലാവരോടും ചേർന്ന് നിന്ന് നമ്മളുടെ ജോലി അവരോടൊപ്പം നിന്ന് ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കും, വളരെ സന്തോഷത്തോടെ അല്ലെ. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതും ഇതൊക്കെ പറഞ്ഞ് കുറ്റവും കുറവൊക്കെ പറഞ്ഞ് വെറുതെ നമ്മള് രംഗം വഷളാക്കാനാ സാധിക്കുള്ളൂ അല്ലെ. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഓർഗനൈസേഷൻ നേട്ടമാണോ ഉണ്ടാകുക? ഇല്ല, പരസ്പരം കുത്തിത്തിരിപ്പായിരിക്കും. പരസ്പരം കുത്തിത്തിരിപ്പ് വരുമ്പോ തന്നെ എന്ത് പറ്റും? ഓർഗനൈസേഷന്റെ മൊത്തം കാര്യങ്ങളെ അത് ബാധിക്കും, ആക്ടിവിറ്റീസിലേക്ക് അല്ലെ. അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ഷുഡ് ബി പ്രൊവൈഡഡ്. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ എൻവയോൺമെന്റ് എംപ്ലോയീസിന് കൊടുക്കണം. ഇറ്റ് വിൽ പ്രൊമോട്ട് ദ ടീം വർക്ക് എമംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിന്റെ ഇടയിൽ അതൊരു ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഏത് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് മൂന്നാമത്തേതാണ് നമ്മൾ പറഞ്ഞത്, ഏതാണ്? സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഇനി ഓർഗനൈസേഷനിൽ നല്ല അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യുന്നു, മാനേജ് ചെയ്യണം, ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ മാനേജ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ഇൻ ഫുൾഫില്ലിംഗ് ദ ഗോൾസ്. ഈ ഓർഗനൈസേഷൻ അവർ ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ലക്ഷ്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. ആൻഡ് ഓൾസോ ദേ ക്യാൻ എന്താ പറയാ പ്രൊമോട്ട് റൈറ്റ് ആറ്റിറ്റ്യൂഡ് ദേ ക്യാൻ ക്രിയേറ്റ് ത്രൂ ഇഫക്റ്റീവ് മോട്ടിവേഷൻ. മാത്രമല്ല ഈ എംപ്ലോയീസിന് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ആവശ്യത്തിന് ചില മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് അവരുടെ മനസ്സിൽ ഒരു നല്ലൊരു ആറ്റിറ്റ്യൂഡ്, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ത്തിനെ കുറിച്ചിട്ടുള്ള ഒരു നല്ല മനോഭാവം വളർത്തിയെടുക്കാനും ഈ ഒരു ഇതുകൊണ്ട് സാധിക്കും. എത്തരം ഈ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്നതുകൊണ്ട്. അതായത് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോലിക്കാരോട് ഒക്കെ ചെന്നിട്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലായി നമ്മൾ അവർ തമ്മിലൊരു ബന്ധം അല്ലെ, ആ ഒരു റിലേഷന്റെ ഒരു ആഴം അവർക്ക് മനസ്സിലാകുകയും അത് അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് ഓരോ എംപ്ലോയീസും ആ ലക്ഷ്യം, അവരുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കാൻ ഓരോരുത്തരുടെ ഒപ്പം ചേർന്ന് നിൽക്കും അല്ലെ. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിലാണ് എനിക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലൊരു ഇഷ്ടം തോന്നണം. ആ ഇഷ്ടം ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടത് ആരാ? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തിഗതമായിട്ടും അവരോട് ഇടപെടുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ഉണ്ടാകുക. അത് മോട്ടിവേഷൻസിലൂടെ, ട്രെയിനിങ്ങിലൂടെ, പരസ്പര കമ്മ്യൂണിക്കേഷൻസിലൂടെ ഇതൊക്കെ അവര് അത് നേടിയെടുക്കാൻ സാധിക്കണം. ഓക്കെ, എന്നാലും മാത്രമേ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ അതിന്റെ സക്സസിലേക്ക്, വിജയത്തിലേക്ക് എത്തിക്കാനും പറ്റും. ക്ലിയർ ആണോ? ആ 3 പോയിന്റ് മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ്. അതെന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇൻക്രീസസ് their dignity and social needs സാറ്റിസ്ഫൈ ചെയ്യുന്നു. രണ്ടാമത്തേത് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. ബൈ പ്രൊവൈഡിങ് ഹെൽത്തി എൻവയോൺമെന്റ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊമോട്ട്സ് ടീം വർക്ക് എമംഗ് ദ എംപ്ലോയീസ്. അപ്പൊ പ്രൊമോട്ട്സ് ടീം വർക്ക് എമംഗ് ദ എംപ്ലോയീസ് അതിന് സഹായിക്കുന്നത്
ഏതാണ്? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് ആണ്. സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ഇൻ ഫുൾഫില്ലിംഗ് ദ ഓർഗനൈസേഷണൽ ഗോൾസ്, ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനും ആൻഡ് to create right attitude among the employees by providing motivationസിലൂടെ എംപ്ലോയീസിന് നല്ലൊരു എന്താ പറയാ ആറ്റിറ്റ്യൂഡ്, മനോഭാവം അവരുടെ ഓർഗനൈസേഷനെ കുറിച്ച് വളർത്തിയെടുക്കാനും എന്തിലൂടെ സഹായിക്കുന്നു? സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസിലൂടെ സഹായിക്കുന്നു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ആ 3 പോയിന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസിൽ പെടുന്നത് ഏതൊക്കെയാണെന്നൊക്കെ ചോദ്യം വരാം. അതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് നേരത്തേക്ക്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഒരു ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുമ്പോൾ ഒന്ന് വെറുതെ ഒന്ന് NB ഒക്കെ ഇട്ട് വെച്ചോക്കാം. ബിക്കോസ് ഇറ്റ്സ് എ ലെങ്തി ചാപ്റ്റർ. കാരണം ഇത് കുറച്ചൊന്നുമല്ല, കുറച്ച് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ്. കൂടുതലെന്ന് മാത്രമല്ല ഇതുപോലെയുള്ള തിയറീസ് തന്നെയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കുറെ തിയറീസ് ആണ്. ഓക്കെ, അപ്പൊ കുറച്ച് കൂടുതലുണ്ട്. ഒരു 10-20 എന്താ പറയാ പേജസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പറയുന്ന ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് വെറുതെ നോട്ട് ചെയ്ത് വെക്കാം. നോട്ട് ചെയ്താൽ മീൻസ് ഒന്ന് എന്തെങ്കിലും ഒരു അടയാളോ. ഓക്കെ, ആൻഡ് അടുത്തൊരു ഭാഗം കൂടി എടുക്കാം. ഇനി അടുത്തത് പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. പേഴ്സണൽ മാനേജ്മെന്റ്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ തൊഴിലിനെ മാനേജ് ചെയ്യുക, തൊഴിലാളികൾ, അതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ്. PM എന്നാണ് അതിനെ ഷോർട്ട് ഫോം ആക്കി പറഞ്ഞത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് HRM, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? വേഴ്സസ് മീൻസ് ഡിഫറൻസ് ആണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ആ പെട്ടി അങ്ങനെ തന്നെ പഠിക്കണം, അതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഒന്നാമത്തേത് പേഴ്സണൽ മാനേജ്മെന്റ് മീൻസ് ദ മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മെഷീനുകളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന തൊഴിലാളികളുണ്ട്, അതിനെ മാനേജ് ചെയ്യുക, അവരെ മാനേജ് ചെയ്യുന്നതാണ് പേഴ്സണൽ. PERSONAL അല്ല, അത് വ്യക്തിപരമായതെന്നാണ് അർത്ഥം. അതല്ല, PERSONNPL, പേഴ്സണൽ, തൊഴിലിനെ മാനേജ് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളെ, ദാറ്റ് മീൻസ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് കോമൺലി, അവരെ മാനേജ് ചെയ്യുന്നതാണ് PM എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ HRM എന്ന് പറയുന്നതല്ല. ഇറ്റ്സ് കൺസേൺഡ് വിത്ത് ദ ഡിസിഷൻ മേക്കേഴ്സ്, തീരുമാനങ്ങൾ എടുക്കാനാണ്. ആര്? നമുക്കറിയാം ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൽ തൊഴിലാളിയിൽ നിന്നും അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഏറ്റവും ടോപ്പ് ലെവൽ തുടങ്ങി ഏറ്റവും താഴെയുള്ള എന്താ പറയാ തൊഴിലാളികൾ വരെ എല്ലാവരും ഈച്ച് ആൻഡ് എവറി പേഴ്സണെയും മാനേജ് ചെയ്യണം. അതുകൊണ്ട് അവിടെ പല കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും, പല കാര്യങ്ങളെ കുറിച്ച് ചർച്ചകൾ ചെയ്ത് മറ്റുള്ളവരുമായിട്ട് ആലോചിച്ച് മാനേജ് ഒക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ അത് എന്താ പറയാ HRM എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയാൻ കാരണം. ഓക്കെ, മറ്റേത് മെഷീൻ ഓപ്പറേറ്റേഴ്സിനെ കൺസിഡർ ചെയ്യുന്നതാണ്. ആൻഡ് സെക്കൻഡ് വൺ PM എന്ന് പറയുന്നത് പേഴ്സണൽ മാനേജ്മെന്റ്, ഇറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. ഈ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ്, അവരെപ്പോഴും ഇങ്ങനെ യൂണിയൻ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാരണം എവിടെയെങ്കിലും തങ്ങൾക്ക് എതിരായിട്ടോ തങ്ങളെ പരിഗണിക്കാതെയോ എന്തെങ്കിലുമൊക്കെ നീക്കുപോക്കുകളൊക്കെ വരുമ്പോൾ അപ്പൊ തന്നെ അവർ സമരത്തിലോ. ഇറ്റ്സ് എൻ ഓൾഡ് കൺസെപ്റ്റ് ആണ്, ഇപ്പോഴത്തെ ഒന്നും അല്ല, കുറച്ച് കുറെ നാളൊക്കെ മുമ്പൊക്കെ ഉള്ളതാ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ യൂണിയൻ ചേർന്നിട്ട് അവർ ഇതിനെതിരെ സമരമൊക്കെ വെച്ചിട്ട് അവർ ഇങ്ങനെ. അപ്പൊ മാനേജ്മെന്റും ട്രേഡ് യൂണിയൻസും തമ്മിലുള്ള ബന്ധമാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരെ. എന്നാൽ HRM അതല്ല, ഇറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള, ജോലി കൊടുക്കുന്നവരും തൊഴിലാളികളും തമ്മിലുള്ള, എല്ലാവരും വരും, എല്ലാ എംപ്ലോയീസും, എല്ലാവരും എംപ്ലോയീസ് ആണ്. ജോലി കൊടുത്ത ആള് മാത്രമാണ് എംപ്ലോയർ, അവരും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻ ആണ് HRM, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്. ഇനി PM പേഴ്സണൽ മാനേജ്മെന്റിൽ വീണ്ടും പറയാണ്, ഇറ്റ്സ് ദ മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും താഴെയുള്ള തൊഴിൽ വിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. അപ്പൊ ലോവർ ലെവൽ മാനേജ്മെന്റ് സ്റ്റാഫുകളെ മാനേജ് ചെയ്യലാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽസ് ഓഫ് സ്റ്റാഫ്സ്, എല്ലാവരും ഏറ്റവും ടോപ്പ് ലെവലിൽ തുടങ്ങി ഏറ്റവും താഴെയുള്ള ലെവലിലുള്ള ആളുകളെ വരെ മാനേജ് ചെയ്യേണ്ടതാണ് ഇത് HRM എന്ന് പറയുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഓൾഡ് കോൺസെപ്റ്റ്, പഴയ ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ HRM എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്. ഇന്ന് ഇതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ചലഞ്ചിങ് ആണ്. മാനേജ് ചെയ്യുക അത്ര ഈസി ടാസ്ക് അല്ല, ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ അതിനു വേണ്ടിയിട്ട് പുതിയ പ്രത്യേകം കോഴ്സ് തന്നെയുണ്ട്. ആ ഒരു കോഴ്സ് എടുത്ത് പഠിച്ച് അവരെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യണം. അപ്പൊ മനുഷ്യന്മാരുടെ ഓരോ രീതികളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ
പഠിപ്പിക്കേണ്ടാവുമായിരിക്കും. അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ പ്രാക്ടിക്കലായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ നോളജ് ഒക്കെ കൊടുക്കുന്ന ഒരു കോഴ്സ് ആയിരിക്കണം HRM എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോഴ്സ് തന്നെയുണ്ട്. കാരണം ഇങ്ങനെ ഒരു കോഴ്സ് തന്നെ കൊണ്ടുവരാൻ കാരണം അത് എളുപ്പമുള്ള ടാസ്ക് അല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അത് ഇങ്ങനെ ഒരു കോഴ്സ് എടുത്ത് പുതിയതായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും പോപ്പുലർ ആയതും ഇന്ന് ഇങ്ങനെയാണ്. മനുഷ്യരെയൊക്കെ എല്ലാവരെയും മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓർഗനൈസേഷൻസിൽ. എന്നാൽ മാത്രമേ ഓർഗനൈസേഷൻസിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗോൾ, അവരുടെ ലക്ഷ്യം അവർക്ക് എന്താ പറയാ സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലിയർ ആയോ? ഡിഫറൻസ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടാ. ഡിഫറൻസിന്റെ പറ്റി അതിന്റെ തൊട്ടുമുകളിൽ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതും ഇത്രയും അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മുടെ ഏറ്റവും ആദ്യത്തെ വന്ന ഈ പാരഗ്രാഫിലെ ഈ ഒരു പാരഗ്രാഫ് രണ്ടിലൊക്കെ കുറച്ച് പുതിയ അല്ല നമുക്ക് എന്താ പറയാ വൺ വേർഡ് പോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ ഓക്കെ, എളുപ്പമാണോ ചാപ്റ്റർ? പറഞ്ഞേ, ചാപ്റ്റർ എളുപ്പല്ലേ? പറഞ്ഞേ കുഴപ്പമില്ല. വെരി ഗുഡ്. അപ്പൊ നന്നായിട്ട് വായിച്ചൊക്കെ നോക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കിയാൽ മതി. ഇപ്പൊ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ, ഒരു 1.5 പേജ് അത്ര എടുത്തിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് അത്ര എടുത്തത്. ഓക്കെ, അപ്പൊ തന്നെ Thank you, madam.